പടം അടിപൊളി, നല്ല കിൻഡലടി. പെപ്പയുടെ ഒരു വെറൈറ്റി, ഒരു കിൻഡലടി ആയിട്ട് ഫാമിലിക്ക് പറ്റിയ, ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. നല്ല അടിപൊളി മൂവി. പെർഫോമൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാൻ, മേക്കിംഗ് അടിപൊളി, ഒന്നും പറയാം. ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല, നമ്മൾ കണ്ടിരിക്കാം. നല്ലൊരു സ്മൂത്തായിട്ട് പോകും, നല്ല കോമഡി ഉണ്ട് എല്ലാവർക്കും. അതെ അതെ, കണ്ടാൽ മതി. അതൊരു ഇന്റർനാഷണൽ ഒരു ബോക്സിങ് അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചു വന്നത് അത് ഈ സിനിമയിൽ നമുക്ക് കിട്ടി. കാരണം അത്രയും നല്ല അടിപൊളി ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ബോക്സിങ്ങിൻ്റെ ഒരു ഹരം തന്നെയാണ്. നമുക്കതൊരു പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി. അതായത് ഈ പടത്തിലെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഒരു അത്യാവശ്യത്തിന് കോമഡി ഉണ്ട്, ഒരു ഫാമിലി ഒരു ഇതുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി മൂവി. സൂപ്പർ മൂവിയാണ്. പെപ്പ നല്ല അടിപൊളി, ഇപ്പം നെട്ടിച്ചെന്ന് തന്നെ പറയാം. കാരണം എന്താ പറഞ്ഞാൽ പെപ്പയുടെ ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടി. പടത്തിന് നമുക്ക് കാണുമ്പോൾ ഒരു ഇത് കിട്ടിയിരുന്നു. ടോട്ടലി പടം നല്ല അടിപൊളിയാണ് എല്ലാം കൊണ്ട്. അടിപൊളിയായിരുന്നു, അടിപൊളി പെർഫോമൻസ്. പെപ്പയുടെ ഇടി അടിപൊളി. നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു നാടൻ ഇടി പരിപാടിയായിരുന്നല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൈജു കുറുപ്പ് ആണെങ്കിലും അതുപോലെ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ BGM വൈസ് നോക്കുകയാണെങ്കിലും നല്ല ജസ്റ്റിൻ ബർഗീസിന്റെ മ്യൂസിക്കിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, കംപ്ലീറ്റ് മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. തിയേറ്റർ വാച്ച് ചെയ്യാത്തവർക്ക് എന്തായാലും ഒരു മിസ് ആയിരിക്കും മൂവി. പടം സൂപ്പർ. ദാവീദ് എന്ന പടം വളരെ നന്നായിരുന്നു. വളരെ ആക്ഷൻ, നല്ല വൈബുള്ള ഫിലിമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിള്ളേരെയെല്ലാം കൂട്ടിയതുകൊണ്ട്, സ്കൂൾ പിള്ളേരെയൊക്കെ കൂട്ടിയതുകൊണ്ട് നല്ല വൈബായിരുന്നു ഫിലിമിന്. കണ്ടിരിക്കുവാനും ഒരിക്കലും എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുത്ത നല്ലൊരു ഫിലിം. ഒരിക്കലും മടി പിടിച്ചിരിക്കാതെ നമ്മൾ ഡ്യൂട്ടി ചെയ്യണം, സക്സസ്ഫുൾ ആകണം എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജ് ദാവീദ് എന്ന പടത്തിലൂടെ കൊടുക്കുവാനായിട്ട് സാധിച്ചു. പെപ്പയുടെ പെർഫോമൻസ് പുള്ളി ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്, അല്ലാതെ ഫിലിമിന് വേണ്ടിയിട്ട് മാത്രമല്ല, പുള്ളി ലൈഫിലും അത് കാണിച്ചു കൊടുക്കുകയാണ്. ബോഡി വെയിറ്റ് എല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ നാടിനും മറ്റുള്ളവർക്കും നമ്മുടെ യൂത്തിനും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത നല്ലൊരു മെസ്സേജാണ് ഈ ഫിലിമിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൂപ്പറായിരുന്നു. തുടക്കത്തിൽ തന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ്ഫുൾ പ്ലസ് ഇരിക്കാൻ സ്ഥലമില്ല. പക്ഷെ എല്ലാവരും ഒരു പരാതിയും കൂടാതെ വളരെ കണ്ണ് ചിമ്മാതെ കണ്ട നല്ലൊരു ഫിലിമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് വരണം, സക്സസ്ഫുൾ ആകണം, മടി പിടിച്ചിരിക്കരുത്, ഏത് ജോലിയും ചെയ്യണമെന്നുള്ള നല്ലൊരു ഉത്തരവാദിത്വ ബോധം ഈ ഫിലിമിലൂടെ നൽകുവാനായിട്ട് സാധിച്ചു. താങ്ക് യു. ആക്ഷൻ പടമല്ല, ഇതൊരു ഫാമിലി മൂവിയും കൂടിയാണ്. നമുക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മീൻസ് ഗോത കാണുന്ന പോലെ ആയൊരു എന്താ പറയുക, പക്ക ആക്ഷൻ മൂവി അല്ല, ബട്ട് ഇറ്റ്സ് എ ഫാമിലി മൂവി ടു. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തീർച്ചയായും. പെർഫോമൻസ് ഒക്കെ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പെപ്പ എവിടെ ഉണ്ടോ അവിടെ ഇടിയുണ്ടല്ലോ, പൊളിയാ. തിയേറ്റർ തീ മാറും, പൊളിക്കും. ഞാൻ ചില സ്പോയിലാവാതിരിക്കാൻ വേണ്ടിയാണ്, ജോലിയുടെ സംബന്ധമായിട്ടൊരു സംഭവം ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പുള്ളി പെട്ടെന്ന് റിയാക്ട് ചെയ്തു. അതൊരു ഇൻ്റർനാഷണൽ ഫൈറ്ററായിരുന്നു. അത് ഒരു ചലഞ്ചാവുന്നു, ഒരു ഫാമിലീനെയൊക്കെ എല്ലാം ഇതിലേക്ക് ഇൻവോൾവായി പ്രശ്നമാവുന്നു. ആളതിന് ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു, ആ ഒരു ഫൈറ്റിൽ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു. പക്ഷേ അടിപൊളിയാണ് പടം, ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. പെർഫോമൻസ് ബേസ് എല്ലാവരും പെപ്പെ വിജയരാജാണ്ടൊക്കെ എടുത്ത് പറയുന്നതാണ്. ആ ഒരു ട്രെയിനറിൻ്റെ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ടുള്ള നല്ല ഇരുത്തം വന്നൊരു ട്രെയിനർ ക്യാരക്ടർ ഗംഭീരമാണ്. നല്ല പിന്നെ ആ കുട്ടിയുടെ കാര്യം എടുത്ത് പറയുന്നത് നല്ല മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെപ്പയുടെ ആക്ഷൻ പടങ്ങളൊക്കെ നമുക്കറിയാം, അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു. അതോ സെയിം പാറ്റേൺ? ഈ പറഞ്ഞ പെപ്പെ നമുക്ക് ഫൈറ്റ് പടം എന്ന് പറഞ്ഞ ഷുവർഷോട്ടാണല്ലോ, അപ്പോൾ നമുക്ക് അതിനെ ഒട്ടും നമുക്ക് മോശമായിട്ട് തോന്നിയില്ല. നല്ല നല്ല പടമാണ്, നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം. ഈ പറഞ്ഞ പോലെ പെപ്പെ ഇതിനു വേണ്ടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കായിട്ട് വന്നു, ഫൈറ്റിലാണ് നന്നായിട്ട് വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിക്ക് വർക്കൗട്ടാവും? തീർച്ചയായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ശരിക്കും വർക്കാവും, ഫാമിലിക്ക് വർക്കാവും. ഫാമിലിയായിട്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്, നല്ല മൂവിയാണ്.